ഒരു സിനിമ കണ്ടിട്ട് ദിവസങ്ങളോളം നമ്മുടെ മനസ്സിനെ വേട്ടയാടുന്ന അല്ലെങ്കിൽ ക്ലൈമാക്സ് കണ്ടു കഴിയുമ്പോൾ ഇതെന്താണ് സംഭവിച്ചത് എന്ന് നമ്മളെ കൊണ്ട് ഇരുന്ന് ചിന്തിപ്പിക്കുന്ന ചില സിനിമകളുണ്ട്. അത്തരത്തിൽ സൈക്കോളജിക്കൽ ത്രില്ലർ സിനിമകളുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച ഒരു ക്ലാസിക് ചിത്രത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഹോളിവുഡ് മാസ്റ്റർ ഡയറക്ടർ മാർട്ടിൻ സ്കോർസസിയുടെ സംവിധാനത്തിൽ ലിയോനാർഡോ ഡികാപ്രിയോ തകർത്തഭിനയിച്ച ഷട്ടർ ഐലൻഡ്. കഥ തുടങ്ങുമ്പോൾ ഡിറ്റക്റ്റീവ്സ് ആയിട്ടുള്ള ടെഡി ഡാനിയൽ അതുപോലെ കൂട്ടാളിയായ ചക്ക് ഇവർ രണ്ടുപേരും ചേർന്ന് ഒരു ഐലൻഡിലേക്ക് പോവുകയാണ്. ഷട്ടർ ഐലൻഡ്, അതാണ് ഈ ഐലൻഡിന്റെ പേര്. ഇവിടെയാണ് പ്രശസ്തമായ ആഷ്ക്ലിഫ് ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത്. പോകുമ്പോൾ ടെഡി ഡാനിയലിന് സീ സിക്നസിന്റെ കുറച്ച് ബുദ്ധിമുട്ടെല്ലാം അനുഭവപ്പെടുന്നുണ്ട്. ഈ ഹോസ്പിറ്റലിലാണ് വലിയ അളവിൽ ഭ്രാന്തുള്ള ആളുകളെ ചികിത്സിക്കുന്നത്. അതുപോലെ കൊടും കുറ്റവാളികൾ, ശിക്ഷിച്ചാലും വലിയ കാര്യമൊന്നുമില്ലാത്ത സൈക്കോപാത്തുകളായിട്ടുള്ള കൊടും കുറ്റവാളികൾ, അവരെല്ലാം ഇവിടെ പ്രത്യേകം സെല്ലുകളിലാക്കി കിടത്തി ചികിത്സിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ളൊരു ഹോസ്പിറ്റലിലേക്ക് എന്തിനാണ് ഡിറ്റക്റ്റീവ്സ് ആയിട്ടുള്ള ടെഡി ഡാനിയലും അതുപോലെ ചക്കും വരുന്നത്? കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ നിന്ന് ഒരു സ്ത്രീയെ കാണാതായിട്ടുണ്ട്, റേച്ചൽ സൊലാൻഡോ. അവരുടെ മിസ്സിങ്ങും അതിനു പിന്നിലുള്ള ദുരൂഹതകളും അന്വേഷിക്കാനാണ് ഇവർ രണ്ടുപേരും ഈ ഐലൻഡിലേക്ക് വരുന്നത്. എത്തിയപാടെ അവിടെയുള്ള ഗാർഡ്സ് ഇവരുടെ രണ്ടുപേരുടെയും വെപ്പൺസ് വാങ്ങിച്ചു വെക്കുന്നു. ടെഡി ഡാനിയൽ പെട്ടെന്ന് തന്നെ ഗൺ കൈമാറുന്നുണ്ട്. എന്നാൽ ചക്ക് കുറച്ച് തപ്പി ബുദ്ധിമുട്ടിയൊക്കെയാണ് ആ ഗൺ എടുത്തു കൊടുക്കുന്നത്. എന്തായാലും അവിടെയുള്ള ഗാർഡുകൾ ഇവർക്ക് അവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. 3 സെക്ഷനാണ് അവിടെയുള്ളത്. ഒന്ന് പുരുഷന്മാർക്ക്, മറ്റൊന്ന് സ്ത്രീകൾക്ക്, അടുത്തതായി എക്സ്ട്രീം ലെവലിൽ ഭ്രാന്തുള്ള ആളുകളെ ചികിത്സിക്കുന്ന സെക്ഷൻ സി. ഏകദേശം 60ഓളം പേഷ്യൻസ് ആണ് അവിടെയുള്ളത്. ഒരിക്കലും ഒരു കാരണവശാലും നിങ്ങൾ ആ ഒരു സെക്ഷൻ സിയിലേക്ക് പോകരുത്. അഥവാ പോകണമെങ്കിൽ നിങ്ങൾക്ക് സ്പെഷ്യൽ പെർമിഷൻ നിർബന്ധമായും വേണം. അങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം അവർ ഉള്ളിലേക്ക് പോവുകയാണ്. അവിടെയുള്ള ഓരോ പേഷ്യൻസും ഒരു പ്രത്യേക രീതിയിൽ ടെഡിയെ നോക്കുന്നുണ്ട്. അവരെല്ലാം പലതരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ ഉള്ളവരാണെന്ന് പ്രത്യക്ഷത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും. അങ്ങനെ അവിടുത്തെ ഗാർഡ്സ് ആശുപത്രിയിലെ പ്രധാന ഡോക്ടറായ ജോൺ കോലിയുടെ അടുത്തേക്ക് ഇവരെ കൊണ്ടുപോകുന്നു. കാണാതായ റേച്ചലിനെ അന്വേഷിക്കാനാണല്ലോ ഇവർ വന്നിട്ടുള്ളത്. അപ്പോൾ ഡോക്ടർ റേച്ചലിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. റേച്ചലിൻ്റെ ഫോട്ടോസ്, ബാക്ക് സ്റ്റോറീസ് എന്നിവയെല്ലാം ഡോക്ടർ വിവരിച്ചു കൊടുക്കുന്നു. 2 വർഷം മുമ്പ് അവളുടെ സ്വന്തം 3 കുഞ്ഞുങ്ങളെ കൊന്നുകളഞ്ഞിട്ട് വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് റേച്ചലിനെ. 2 വർഷമായി ഞങ്ങൾ ചികിത്സിക്കുന്നുണ്ട്. പക്ഷേ അവൾ കരുതുന്നത് ഇപ്പോഴും അവൾ വീട്ടിലാണെന്നാണ്. കുട്ടികൾ സ്കൂളിൽ പോയതാണ്, അവരെല്ലാം ഇപ്പോൾ വരും. ഇവിടെയുള്ള ഡോക്ടേഴ്സ്, ജോലിക്കാർ, സെക്യൂരിറ്റി ഗാർഡ്സ് ഇവരെല്ലാവരും അവളുടെ വീട്ടിലെ ജോലിക്കാരാണ് എന്നൊക്കെയെല്ലാമാണ് അവൾ ചിന്തിക്കുന്നത്. അതുപോലെ അവൾ മക്കളെക്കുറിച്ചൊക്കെ മറ്റുള്ളവരോട് സംസാരിക്കാറുണ്ട്. 3 മക്കളും സ്കൂളിൽ പോയതാണ്, അവരെല്ലാം വളരെ മിടുക്കരാണ് എന്നൊക്കെയുള്ള തരത്തിൽ. അവൾ തന്നെയാണ് ഈ 3 മക്കളെയും കൊന്നുകളഞ്ഞത്. പക്ഷേ അതൊന്നും അവൾക്ക് അറിയുന്നില്ല. ഈ കാര്യങ്ങളെല്ലാം ടെഡി കൃത്യമായി നോട്ട് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് പെട്ടെന്ന് ടെഡിക്കൊരു തലവേദന വരുന്നു. അവൻ തലവേദന കൊണ്ട് അവിടെ ഇരുന്നു പോവുകയാണ്. അതേസമയം ഡോക്ടർ പെട്ടെന്ന് തന്നെ കുറച്ച് ടാബ്ലറ്റ്സ് എടുത്ത് കൊടുത്തിട്ട് ഇത് കഴിച്ചോ എന്ന് പറയുന്നുണ്ട്. അവൻ അത് ഡോക്ടറുടെ കയ്യിൽ നിന്നും വാങ്ങിച്ച് കഴിക്കുന്നു. ടാബ്ലറ്റ് കഴിച്ച് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഒരാശ്വാസം കിട്ടിയപ്പോൾ ടെഡിയും മറ്റുള്ളവരും ചേർന്ന് റേച്ചലിൻ്റെ ആ സെല്ലിലേക്ക് പോവുകയാണ്. അങ്ങനെ അവർ ആ റൂമിൽ ഓരോ കാര്യങ്ങളും സൂക്ഷ്മമായി പരിശോധന നടത്തുന്നു. പരിശോധനയ്ക്കിടയിൽ ചക്കിന് ഒരു ചെരുപ്പ് കിട്ടുന്നു. ചക്ക് അപ്പോൾ പറയുന്നുണ്ട്, അവൾ ഈ സെല്ലിൽ നിന്ന് ചെരുപ്പില്ലാതെയാണ് പുറത്തു പോയിട്ടുള്ളത്. അതൊന്നും ശ്രദ്ധിക്കാതെ ടെഡി അവിടെയുള്ള ഓരോ ഭാഗവും സൂക്ഷ്മമായി പരിശോധിക്കുകയാണ്. അങ്ങനെ ആ തലയണയുടെ അടിയിൽ നിന്നും അവന് ഒരു പേപ്പർ കഷ്ണം കിട്ടുകയാണ്. ആ പേപ്പറിൻ കഷ്ണത്തിൽ എന്തോ എന്ന് എഴുതിയിട്ടുണ്ട്. ഗെയിം ഓഫ് 4, ഹു ഈസ് നമ്പർ 67, ആരാണ് 67-മൻ? അവനൊന്ന് ആലോചിച്ച് നോക്കിയപ്പോൾ നേരത്തെ സെക്യൂരിറ്റി ഗാർഡ്സ് പറഞ്ഞിട്ടുള്ളത് 66 പേഷ്യൻസ് ആണ് ഇവിടെ ഉള്ളത് എന്നാണ്. അപ്പോൾ 67-മത്തെ ഒരു പേഷ്യൻ്റ് ഉണ്ടാകും. ആരാണ് ഈ 67-മത്തെ ആൾ? ആ സ്ത്രീ ഇത് വെറുതെ എഴുതി വയ്ക്കുമോ? എന്തൊക്കെയോ രഹസ്യങ്ങൾ ഇതിന് പിന്നിലുണ്ട്. പെട്ടെന്ന് തന്നെ ഡോക്ടർ ജോൺ അങ്ങോട്ടേക്ക് വന്ന് ആ പേപ്പർ കഷ്ണം ടെഡിയുടെ കയ്യിൽ നിന്നും മേടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ടെഡി അത് സമ്മതിക്കുന്നില്ല. ടെഡി ചോദിക്കുകയാണ്, എനിക്ക് മറ്റു ചില കാര്യങ്ങൾ അറിയാനുണ്ട്. എല്ലാ സ്റ്റാഫിനെയും ഇങ്ങോട്ട് വിളിച്ചു വരുത്തുക. എല്ലാവരോടും എനിക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. എന്തായാലും അവരെല്ലാവരും ഇങ്ങോട്ട് വരുമ്പോഴേക്കും ഞാൻ പുറത്തേക്കൊന്ന് പോയി നോക്കട്ടെ. നിങ്ങളുടെ ആൾക്കാർ എന്തായാലും അവളെ തിരയുന്നുണ്ടാകുമല്ലോ. നിങ്ങളുടെ അന്വേഷണം ഏതുവരെ എത്തിയെന്ന് ഞാനൊന്ന് കാണട്ടെ. ഈ സമയത്ത് ഡോക്ടറുടെ മുഖത്ത് ചെറിയൊരു ഭയം പോലെ എന്തോ ഒന്ന് കാണുന്നുണ്ടായിരുന്നു. ഇതിനുശേഷം ടെഡിയും ചക്കും കൂടെ പുറത്തേക്ക് പോകുന്നു. അതായത് അവിടെയുള്ള ഗാർഡ്സ് അവളെ തിരയുന്നുണ്ട്. അതൊക്കെയൊന്ന് നോക്കാനാണ് ഇവർ പോകുന്നത്. പക്ഷേ ടെഡി അങ്ങോട്ട് ചെല്ലുമ്പോൾ ഈ ഗാർഡുകൾ ചുമ്മാ ഒരു ടൈം പാസിന് തിരയുന്നത് പോലെയാണ് ടെഡിക്ക് തോന്നുന്നത്. അതായത് അവർ ഇത് കാര്യമായിട്ടൊന്നുമല്ല ചെയ്യുന്നത്.
ഒരു പേരിന് ആരെയൊക്കെയോ ബോധിപ്പിക്കാൻ എന്നവണ്ണം അവർ തിരയുകയാണ്. ഇതേ സമയം ഒരു ഗാർഡിനെ വിളിച്ച് ടെഡി ചോദിക്കുകയാണ്, എന്തായി തിരച്ചിലൊക്കെ? അപ്പോൾ ഗാർഡ് പറയുകയാണ്, ഒന്നും ആയിട്ടില്ല, ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അപ്പോൾ ടെഡി ചോദിക്കുകയാണ്, ദൂരെ അവിടെ ഒരു ഗുഹ കാണുന്നില്ലേ, നിങ്ങൾ അവിടെ പോയി നോക്കിയിരുന്നോ? അതെന്താ അങ്ങനെ പറഞ്ഞത് എന്ന് ഗാർഡ് ചോദിച്ചപ്പോൾ ടെഡി പറയുകയാണ്, അതല്ല, അവിടെ ഒരു ഗുഹ കാലിയായി കിടക്കുകയല്ലേ. അങ്ങനെ ഒരു ഗുഹ കാലിയായിട്ട് കിടക്കുകയാണെങ്കിൽ നമ്മളൊന്ന് അവിടെ വരെ പോയി നോക്കണ്ടേ? അപ്പോൾ ഒരു ഗാർഡ് പറയുകയാണ്, നിങ്ങൾ ആ സെല്ല് കണ്ടതല്ലേ, അവളുടെ ചെരുപ്പ് അവിടെ തന്നെയുണ്ട്. ചെരുപ്പിടാതെയാണ് അവൾ പുറത്തു പോയിട്ടുള്ളത്. അങ്ങനെ ചെരുപ്പിടാത്ത ഒരാൾക്ക് ആ ഒരു ഗുഹയിലേക്ക് പോകാൻ കഴിയില്ല. കാരണം അതിൽ നിറയെ കൂർത്ത കല്ലുകളാണ്. നഗ്നമായ കാലുകളിൽ ആ ഗുഹയിലൂടെ നടന്നു പോകാൻ കഴിയില്ല. അതുകൊണ്ട് അവിടെ തിരഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. ശരി, ഓക്കെ, ആ ഒരു ഗുഹയുടെ അപ്പുറത്തായി ഒരു ടവർ കാണുന്നുണ്ടല്ലോ, നിങ്ങൾ അവിടെ പോയി നോക്കിയോ? അപ്പോൾ ഗാർഡ് പറയുകയാണ്, അവിടെയും ഞങ്ങൾ പോയി നോക്കി. മാത്രമല്ല എല്ലാവർക്കും അങ്ങോട്ടേക്ക് പോകാനുള്ള പെർമിഷൻ ഇല്ല. ചില പ്രത്യേക തരത്തിലുള്ള ചികിത്സകൾ അവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് പെർമിഷൻ എടുത്തിട്ട് മാത്രമേ അങ്ങോട്ടേക്ക് പോകാൻ കഴിയുകയുള്ളൂ. എന്തായാലും ടെഡിക്ക് എന്തൊക്കെയോ സംശയങ്ങൾ കുടുങ്ങിയിട്ടുണ്ട്. ഇതിനുശേഷം ടെഡി പോകുന്നത് അവിടുത്തെ പ്രധാന ഡോക്ടറായ ഡോക്ടർ ജോൺ ഉണ്ടല്ലോ, അയാളുടെ സ്റ്റാഫുകളൊക്കെ ഇരിക്കുന്ന ഒരു ഭാഗത്തേക്കാണ്. എല്ലാവരോടും ടെഡി പല പല കാര്യങ്ങളായി ചോദിക്കാൻ തുടങ്ങുകയാണ്. അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡിനോട്, അവൾ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന സമയത്ത് നിങ്ങളല്ലായിരുന്നോ ഇവിടുത്തെ ഗാർഡ്? നിങ്ങൾ എന്തെങ്കിലും പ്രത്യേകിച്ച് കണ്ടിരുന്നോ? പിന്നീട് ടെഡി ചോദ്യങ്ങൾ ചോദിച്ചത് അവളെ അന്ന് ചികിത്സിച്ചിരുന്ന നേഴ്സസിനോടായിരുന്നു. അവരോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ വളരെ ലാഘവത്തോടെയാണ് അവർ മറുപടി പറയുന്നത്. ഇവരുടെ അടുത്തു നിന്നൊന്നും കാര്യമായൊന്നും കിട്ടാൻ പോകുന്നില്ല. ഇവരൊക്കെ എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട് എന്ന് ടെഡിക്ക് തോന്നുന്നു. അവസാനം ടെഡി ചോദിക്കുകയാണ്, ഓക്കെ, എല്ലാം പോട്ടെ, ആരാണ് റേച്ചലിനെ അവസാനമായി ചികിത്സിച്ചിരുന്നത്? ആ ഒരു ഡോക്ടർ ആരാണ്? അപ്പോൾ നേഴ്സസിൽ ഒരാൾ പറയുന്നു, അദ്ദേഹം ഇപ്പോൾ ഇവിടെ ഇല്ല, അദ്ദേഹം പുറത്തൊരു ട്രിപ്പിന് വേണ്ടി പോയിരിക്കുകയാണ്. എന്താണ് ഡോക്ടറുടെ പേര്? ഷിയാൻ. ഡോക്ടർ ഷിയാൻ, അതാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം എന്തായാലും കുറച്ചു കഴിഞ്ഞിട്ട് തിരിച്ചു വരികയുള്ളൂ. ടെഡിയും ചെക്കും നല്ല ദേഷ്യത്തിലാണ്. ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് ഇവിടെ ഉണ്ടായിട്ടും ആ രോഗിയെ ചികിത്സിച്ച പ്രധാന ഡോക്ടർ ഒരു റെസ്പോൺസിബിലിറ്റിയും ഇല്ലാതെ എങ്ങനെയാണ് ഇവിടെ നിന്നും പോവുക? ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ടെഡി ഡോക്ടർ ജോൺ കോലിയോട് നന്നായി ചൂടാവുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ ജോൺ പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളെ മറ്റൊരാളെ കൂടി പരിചയപ്പെടുത്താനുണ്ട്. അതായത് ഈ ഹോസ്പിറ്റലിലെ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്ന പ്രധാനിയായ മറ്റൊരു ഡോക്ടർ. നമുക്ക് അദ്ദേഹത്തെ ഒന്ന് കണ്ടാലോ? ആ പോകുന്ന വഴിയിൽ ടെഡി അവിടെ വല്ലാത്തൊരു മ്യൂസിക് കേൾക്കുന്നുണ്ട്. ആ മ്യൂസിക് അവൻ്റെ തലയിൽ വല്ലാത്തൊരു മുഴക്കം ഉണ്ടാക്കുന്നു. അവൻ്റെ ഓർമ്മകൾ അവൻ്റെ പഴയ കാലത്തിലേക്ക് അവനെ കൊണ്ടുപോകുന്നു. അതായത് വേൾഡ് വാർ സമയത്ത് നാസി കോൺസെൻട്രേഷൻ ക്യാമ്പ് ലിബറേറ്റ് ചെയ്യുന്ന സമയത്ത് സറണ്ടറായ ഒരുപാട് പട്ടാളക്കാരെ ടെഡിയും കൂട്ടരും വെടിവെച്ച് കൊന്നിട്ടുണ്ട്. ഈ സംഭവങ്ങൾ ടെഡിയുടെ മനസ്സിന് വല്ലാത്തൊരു ഷോക്ക് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ആലോചിച്ചുകൊണ്ടാണ് ടെഡി ഡോക്ടറുടെ അടുത്തേക്ക് എത്തുന്നത്. കണ്ടപാടെ ഡോക്ടർ ടെഡിയോട് ചോദിക്കുകയാണ്, ഇവിടെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായി വരുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു പട്ടാളക്കാരനായിരുന്നില്ലേ? ടെഡി പറയുകയാണ്, ഡോക്ടർ, എനിക്ക് നിങ്ങളോട് ബഹുമാനമുണ്ട്, പക്ഷേ ഇത്തരം കാര്യങ്ങളൊന്നും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യേണ്ടതില്ല. ഞാൻ ഇങ്ങോട്ട് വന്നത് ആ പെൺകുട്ടിയെ പറ്റി അന്വേഷിക്കാനാണ്. എനിക്ക് അവളെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും വേണം. അതുമാത്രമല്ല, ഇവിടെയുള്ള ബാക്കിയുള്ള എല്ലാ പേഷ്യൻസിൻ്റെയും വിവരങ്ങളും എനിക്ക് നിർബന്ധമായും വേണം. അപ്പോൾ ഡോക്ടർ പറയുകയാണ്, അതെന്തിനാണ് മറ്റ് പേഷ്യൻസിൻ്റെ വിവരങ്ങൾ? ഇനിയിപ്പോൾ റേച്ചലിൻ്റെ തന്നെ ആയിക്കോട്ടെ, ഞങ്ങൾ പേഷ്യൻസിൻ്റെ വിവരങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത് അതീവ രഹസ്യമായാണ്. അങ്ങനെ പേഷ്യൻസിൻ്റെ വിവരങ്ങൾ കൈമാറാൻ ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ടെഡി പറയുകയാണ്, ഓക്കെ, നിങ്ങൾ ഒരു തരത്തിലും ഞങ്ങളോട് കോപ്പറേറ്റ് ചെയ്യില്ല. അങ്ങനെയെങ്കിൽ ഈ റേച്ചലിനെ കണ്ടുപിടിക്കാൻ എന്തായാലും ഞങ്ങളെ കൊണ്ട് കഴിയില്ല. സോ ഞാനിതെല്ലാം റിപ്പോർട്ട് ചെയ്യും. അതുപോലെ തന്നെ എനിക്കിനി ഈ ഇൻവെസ്റ്റിഗേഷനിൽ താല്പര്യമില്ല. ഞങ്ങളെന്തായാലും ഇന്ന് തന്നെ ഇവിടുന്ന് പോകാൻ പോവുകയാണ്. അന്ന് രാത്രി ടെഡി സെല്ലിൽ നിന്ന് കിട്ടിയ ആ കടലാസ് കഷ്ണത്തിലേക്ക് നോക്കി കിടക്കുകയാണ്. എന്തായിരിക്കും റേച്ചൽ ഈ വാക്കുകളിലൂടെ പറയാൻ ശ്രമിക്കുന്നത്? കുറെ നേരം അവൻ അത് നോക്കി കിടക്കുന്നുണ്ട്. ആരാണ് 67-മൻ? ആലോചിച്ചിട്ട് ഒരു ഒത്തുംപിടിയും കിട്ടുന്നില്ല. ഇതിന് പിന്നിൽ എന്തോ ഒരു മിസ്റ്ററി ഉണ്ട്. ആലോചിച്ച് ടെഡി അങ്ങനെ ഉറങ്ങിപ്പോവുകയാണ്. ഉറക്കത്തിൽ അവൻ ഒരു സ്വപ്നം കാണുകയാണ്. സ്വപ്നത്തിൽ അവൻ അവന്റെ ഭാര്യയെ കാണുകയാണ്. അവന്റെ ഭാര്യ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു പോയിട്ടുണ്ട്. എന്തായാലും സ്വപ്നത്തിൽ അവന്റെ ഭാര്യയെ അടുത്തിങ്ങനെ കാണുകയാണ്. അവൻ അവളെ കണ്ട് സന്തോഷത്തിൽ അവളുടെ അടുത്തേക്ക് ചെന്നിട്ട് അവളെ കെട്ടിപ്പിടിക്കുകയാണ്. എന്നാൽ അടുത്ത നിമിഷം തന്നെ അവരുടെ ആ ഒരു ശരീരം ഉണ്ടല്ലോ, അതൊരു ചാരമായി അലിഞ്ഞ് ഇല്ലാതെയാവുകയാണ്. സ്വപ്നം കണ്ടു ഭയന്ന നമ്മുടെ ടെഡി ഡാനിയൽ ചാടി എഴുന്നേൽക്കുകയാണ്. പുറത്തേക്ക് നോക്കുമ്പോൾ നല്ല പേമാരിയാണ്, കാറ്റും മഴയും, ഒരു രക്ഷയില്ല. പുറത്തേക്ക് ഇറങ്ങാനേ പറ്റില്ല. എന്തായാലും നാളത്തെ യാത്ര ഇനി നടക്കില്ലെന്ന് ടെഡിക്ക് മനസ്സിലായി. അതായത് കുറച്ചുകൂടി ഇവിടെ നിൽക്കേണ്ടതുണ്ട്. എന്തായാലും ഡോക്ടേഴ്സിന്റെയും ജീവനക്കാരുടെയും ഭാഗത്തുനിന്ന് യാതൊരു സപ്പോർട്ടും ഇല്ല. എന്നാലും അവന്റെ ഉള്ളിലുള്ള ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ മൈൻഡ് ഉണരുകയാണ്. അതുകൊണ്ട് അവന് വെറുതെ ഇരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അവനിപ്പോൾ നേരെ ചെല്ലുന്നത് അവിടെ നോർമൽ ആയിട്ടുള്ള പേഷ്യൻസ് ഉണ്ടല്ലോ, ബ്ലോക്ക് എ, ബ്ലോക്ക് ബി, ഈ 2 ബ്ലോക്കിലുള്ള ആൾക്കാരെ ഓരോരുത്തരായിട്ട് വിളിച്ച് അവരോട് ഓരോ കാര്യങ്ങൾ നോർമലായിട്ട് സംസാരിക്കുകയാണ്. പക്ഷേ നോർമൽ അല്ലാത്ത ആൾക്കാർ തന്നെയാണ് ഇവർ. ഇവരോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഏത് തരത്തിലായിരിക്കും മറുപടി കിട്ടുക? അതുപോലെ തന്നെ ടെഡിക്ക് പ്രത്യേകിച്ചൊരു മറുപടിയും കിട്ടുന്നില്ല. അങ്ങനെ അവസാനം ഒരു ലേഡി
ഇപ്പോൾ അവന്റെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. പേഷ്യന്റ് തന്നെയാണ്, പക്ഷേ ഇവരോട് സംസാരിക്കുന്ന സമയത്ത് നോർമലായിട്ട് ഒരു സാധാരണ ആൾ സംസാരിക്കുന്നത് പോലെ തന്നെയാണ് ഈ ലേഡി സംസാരിക്കുന്നത്. അപ്പോൾ തന്നെ നമ്മുടെ ടെഡിക്ക് എന്തോ ഒരു സംശയം തോന്നുന്നുണ്ട് കേട്ടോ. ഇവർക്ക് അസുഖം എന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാ ഇവിടെ കൂട്ടിവെച്ചിരിക്കുന്നത്? എത്ര നോർമലായിട്ടാണ് ഇവർ സംസാരിക്കുന്നത്? ഇതേ സമയത്ത് തന്നെ ആ സ്ത്രീ അവിടെ ഉണ്ടായിരുന്ന ചക്കിനോട് കുറച്ച് വെള്ളം വേണം എന്ന് പറയുകയാണ്. പിന്നീട് കുറച്ച് വെള്ളം എടുക്കാനായിട്ട് ചക്ക് അവിടെ നിന്ന് പോയ സമയത്ത് ഈ സ്ത്രീ അവരുടെ കയ്യിലുണ്ടായിരുന്ന ഒരു പേപ്പറിൽ എവിടെ നിന്ന് വേഗം ഓടി രക്ഷപ്പെട്ടോ എന്ന് എഴുതി കൊടുക്കുകയാണ്. ഇത് മാത്രമേ ആ സ്ത്രീയുടെ ഭാഗത്ത് നിന്ന് ടെഡിക്ക് ലഭിച്ചുള്ളൂ. ആകെ കൺഫ്യൂഷനായി. ടെഡിക്ക് ഈ അന്വേഷണം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിനെക്കുറിച്ച് യാതൊരു ധാരണയുമില്ല. കാരണം ഒരു തുമ്പും തെളിവും എവിടെ നിന്നും കിട്ടുന്നില്ല. എന്തായാലും ആ സ്ത്രീ കൊടുത്ത പേപ്പർ കഷ്ണം കയ്യിൽ പിടിച്ച് മഴയത്ത് നോക്കി അവൻ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ചെക്ക് അങ്ങോട്ടേക്ക് വന്നു. ചെക്കനോട് അവൻ ഈ കാര്യം പറയുകയാണ്. എങ്ങനെ മുന്നോട്ടേക്ക് പോകണം? ഒരു ധാരണയുമില്ല. അവർ യാതൊരു വിധത്തിലും നമ്മളോട് കോപ്പറേറ്റ് ചെയ്യുന്നില്ല. ഒരു സഹകരണവും ഇല്ല. പിന്നെ നമ്മളെ എങ്ങനെയാണ് ഇത് അന്വേഷിക്കുന്നത്? ഇതേ സമയത്ത് തന്നെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന സമയത്ത് ടെഡി അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്ന ചില കാര്യങ്ങൾ ചക്കിനോട് പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യ, കുഞ്ഞുങ്ങൾ ഇവരെല്ലാം കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അതിന് കാരണക്കാരായിട്ടുള്ളത് ഭ്രാന്തനായിട്ടുള്ള ഒരു സൈക്കോ തന്നെയാണ്, ആൻഡ്രൂ ലെഡിസ്. അതാണ് അവന്റെ പേര്. അവൻ മനഃപൂർവ്വം ഉണ്ടാക്കിയ ഒരു തീപിടുത്തത്തിൽ എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും പെട്ടുപോയി. ആ ഒരു ഫ്ലാറ്റ് മുഴുവനായിട്ട് നിന്ന് കത്തി. എന്തായാലും അവൻ ഈ ഹോസ്പിറ്റലിലുള്ള കാര്യം ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അവനുള്ളത് സി ബ്ലോക്കിലാണ്. എനിക്ക് എന്തായാലും അവിടെ പോയിട്ട് അവനെ കണ്ടെത്തണം. ആ ഒരു ലക്ഷ്യം കൂടെ ടെഡിക്ക് ഇങ്ങോട്ട് വന്നതിൽ ഉണ്ട്. അതായത് അവന്റെ കുടുംബം ഇല്ലാതാവാൻ കാരണമായ ആ ഒരു സൈക്കോ ആൻഡ്രൂ ലെഡിസ്. അതുപോലെ അയാളെ ഈ ആശുപത്രിയിൽ നിന്ന് കാണണം. ഈ ആശുപത്രിയിലേക്കുള്ള വരവിൽ തന്റെ കുടുംബത്തെ ഇല്ലാതാക്കിയ ആൻഡ്രൂ ലെഡിസിനെ കാണുക എന്ന ഒരു ഉദ്ദേശം കൂടിയുണ്ട് എന്ന് ടെഡി ചക്കനോട് പറയുന്നു. എന്തായാലും അവർ റേച്ചലിനെ അന്വേഷിക്കുന്നത് തുടരുന്നു. അതേസമയം അവിടെ നല്ല മഴ പെയ്യുന്നുണ്ട്. ഇതിനിടയിൽ ചക്ക് ടെഡിയോട് ചോദിക്കുന്നുണ്ട്, ആ സ്ത്രീ നിനക്ക് ഡയറിയിൽ എന്തോ എഴുതി തന്നില്ലേ, എന്താണത്? ആ സമയം ടെഡി അവരെഴുതിയത് എടുത്ത് നിവർത്തി കാണിക്കുന്നു. റൺ, ഓടിക്കോ, ഓടി രക്ഷപ്പെട്ടോ എന്നാണ് ആ സ്ത്രീ അതിൽ എഴുതിയിരിക്കുന്നത്. അതേസമയം മഴ വളരെ ശക്തമായി പെയ്യുന്നു. അവർ അവിടെയുള്ള ഒരു ചർച്ചിലേക്ക് ഓടിക്കയറുന്നു. ഈ സമയം ചക്ക് ടെഡിയോട് ചോദിക്കുന്നുണ്ട്, അപ്പോൾ നീ ഇവിടെ വന്നിട്ടുള്ളത് നിന്റെ കുടുംബത്തെ ഇല്ലാതാക്കിയ ആൻഡ്രൂ ലെഡിസിനെ കാണാൻ വേണ്ടിയാണല്ലേ, അല്ലാതെ കേസ് അന്വേഷണത്തിനല്ല? അത് ടെഡി സമ്മതിക്കുന്നില്ല. ടെഡി പറയുന്നുണ്ട്, അല്ല, ഞാൻ ശരിക്കും കേസ് അന്വേഷിക്കാൻ തന്നെയാണ് വന്നിരിക്കുന്നത് എന്ന് ടെഡി പറയുന്നു. ടെഡി തന്റെ പട്ടാള ജീവിതത്തിലെ ഒരു ഇൻസിഡന്റ് പറയുകയാണ്. പണ്ട് പട്ടാളക്കാരനായപ്പോൾ നാസി കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് അവർ ചെന്നപ്പോൾ അവിടെ സ്ത്രീകളും ചെറിയ കുട്ടികളടക്കം പല കുടുംബങ്ങളും മരിച്ചു കിടക്കുന്നത് അവൻ കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെയുള്ള പട്ടാളക്കാരെയെല്ലാം കീഴടങ്ങിയെങ്കിലും ഒരു ദയവുമില്ലാതെ ടെഡിയും കൂട്ടരും ചേർന്ന് വെടിവെച്ച് കൊല്ലുകയാണ്. അവർ കുറച്ച് നേരത്തെ അവിടെ എത്തിയിരുന്നെങ്കിൽ ആ കുഞ്ഞുങ്ങളെയും അവരുടെ അമ്മയെയും അവർക്ക് രക്ഷിക്കാമായിരുന്നു എന്ന് ടെഡി ചിന്തിക്കുന്നുണ്ട്. ഈ ചിന്തകൾ ടെഡിയെ വളരെ അസ്വസ്ഥമാക്കുന്നുണ്ട്. തൻ്റെ പട്ടാള ജീവിതത്തിലെ ഈ വയലൻസ്, രക്തം, മരണം ഇതെല്ലാം ടെഡിയെ ഒരുപാട് മടുപ്പിച്ചിരുന്നു. ഇതിൽ നിന്നെല്ലാം മുക്തി നേടാനാണ് അയാൾ ആ ജോലി ഉപേക്ഷിച്ച് മറ്റൊരു ജോലിയിലേക്ക് പ്രവേശിച്ചത്. അതേസമയം ചക്കിനോട് ടെഡി മറ്റൊരു കാര്യം പറയുകയാണ്. എനിക്ക് ഒരു സുഹൃത്തുണ്ടായിരുന്നു, ഒരാകുന്ന സുഹൃത്ത്. അവന് ചെറിയ മാനസിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവനെ ഈ ആശുപത്രിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അവൻ ഈ ആശുപത്രിയിൽ 2 വർഷം ഉണ്ടായിരുന്നു. 2 വർഷത്തിന് ശേഷം അവൻ പുറത്തിറങ്ങി. അതിനുശേഷം അവൻ എന്നോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ക്രൂരമായ മെഡിക്കൽ എക്സ്പെരിമെന്റ്സ് നടക്കുന്നുണ്ട്. അതായത് നോർമലായിട്ട് സാധാ മെഡിസിൻ കൊടുത്ത് മാറ്റാൻ കഴിയുന്ന പേഷ്യൻസിന്റെ ദേഹത്തേക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ട് ഇവർ എന്തൊക്കെയോ കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട്. അതായത് ഇവിടെ ഇല്ലീഗലായിട്ട് പല ക്രൂരകൃത്യങ്ങൾ, പല മെഡിക്കൽ എക്സ്പെരിമെന്റ്സും നടക്കുന്നുണ്ട്. ശരിക്കും ഇവരുടെ ഈ കളിയിൽ പിടിക്കാനാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. എനിക്ക് അതിനെക്കുറിച്ചാണ് അറിയേണ്ടത്. എന്നാൽ ഇത് കേട്ട സമയത്ത് നമ്മുടെ ചക്ക് അവന് ഇതുവരെ ഇല്ലാത്ത ഒരു ദേഷ്യം വരികയാണ്. നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത് റേച്ചലിന്റെ കേസ് അന്വേഷിക്കാനാണ്. അപ്പോൾ നമ്മൾ വന്ന ജോലി മാത്രം ചെയ്താൽ പോരെ? ആവശ്യമില്ലാത്ത ഇവിടുത്തെ കാര്യങ്ങൾ എന്തിനു പോയി നോക്കണം? ഇങ്ങനെ ചക്ക് ചൂടായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് സെക്യൂരിറ്റി ഗാർഡുകൾ വരുന്നു. അങ്ങനെ അവരെ ആ ഭയങ്കര മഴയിൽ ആ പഴയ ചർച്ചിൽ നിന്ന് അവരെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. എന്നാൽ പോകുന്ന സമയത്ത് ടെഡി ഡാനിയലിന് സംശയം വരികയാണ്. അതായത് ഇവർ രണ്ടുപേരും ഇവിടെയാണെന്ന് എങ്ങനെയാണ് ഈ സെക്യൂരിറ്റി ഗാർഡുകൾക്ക് മനസ്സിലായത്? അപ്പോൾ ഇവർ നന്നായിട്ട് അവരെ നിരീക്ഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കൂടെ നിന്ന് ആരോ ഒരാൾ ചതിക്കുന്നുണ്ട്. എന്തായാലും ആ ഒരു ഹോസ്പിറ്റലിലേക്ക് തിരിച്ചെത്തിയ സമയത്ത് ടെഡി ഡാനിയൽ കാണുന്നത് അവിടെയുള്ള ഡോക്ടേഴ്സും അതുപോലെ സ്റ്റാഫും എല്ലാവരും കൂടി ഇരുന്നുകൊണ്ട് എന്തോ വലിയ ചർച്ച നടത്തുകയാണ്. എന്നാൽ ഇത് കണ്ട സമയത്ത് ടെഡി ഡാനിയലിന് ഭയങ്കരമായി ദേഷ്യം വരികയാണ്. നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? ഇവിടെ ഇത്രയും വലിയൊരു ഇൻസിഡന്റ്, അതായത് ഇവിടെയുള്ള പേഷ്യന്റിനെ കാണാതായി, എന്നിട്ട് ആ ഒരു പേഷ്യന്റിനെ അന്വേഷിച്ച് കണ്ടുപിടിക്കാതെ ഇവിടെ നിങ്ങൾ ഒരു ടേബിളിന് ചുറ്റും ഇരുന്ന് ഭക്ഷണം കഴിച്ച് ചുമ്മാ സംസാരിച്ച് ഇരിക്കുകയാണോ? നിങ്ങൾക്ക് പേഷ്യൻസിനോട് ഏതെങ്കിലും തരത്തിൽ ഉത്തരവാദിത്തമുണ്ടോ? ജോണിനോട് ഭയങ്കരമായി ചൂടാവുകയാണ് ഇപ്പോൾ ടെഡി ഡാനിയൽ. ഇതേ സമയത്ത് തന്നെ ശാന്തനായി നിൽക്കുന്ന ഡോക്ടർ ജോൺ പറയുകയാണ്, നിങ്ങൾ എന്തിനാണ് ഇത്രയും ചൂടാവുന്നത്? കാണാതായ റേച്ചൽ തിരിച്ചെത്തിയിട്ടുണ്ട്. അവർ അവരുടെ സെല്ലിലുണ്ട്. ടെഡിയും ചക്കും കൂടെ ഉടനെ തന്നെ റേച്ചലിന്റെ സെല്ലിലേക്ക് എത്തുന്നു. രണ്ടുപേരും കൂടെ അവളോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ്, എന്താണ് പറ്റിയത്, നീ എവിടേക്കാണ് പോയത്? എന്നാൽ ഈ സ്ത്രീ, അതായത് റേച്ചൽ, അവൾ ഒരു കാര്യം മാത്രം റിപ്പീറ്റ് ആയിട്ട് പറയുന്നുണ്ട്. എൻ്റെ മക്കൾ 3 പേരും സ്കൂളിൽ പോയിട്ടുണ്ട്. 3 പേരും മിടുക്കന്മാരാണ്. വൈകാറാകുമ്പോൾ അവർ തിരിച്ചെത്തും. എനിക്ക് അവരെ കാണണം, കുറെ കഥകൾ പറയണം. അങ്ങനെ എന്തൊക്കെയോ റിപ്പീറ്റായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളെ കുറിച്ച് മാത്രം.
ടെഡ്ഡി അവരുടെ അടുത്ത് വന്ന സമയത്ത് എനിക്ക് നിങ്ങളെ അറിയാലോ, നിങ്ങളെ ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് റേച്ചൽ നേരെ ടെഡ്ഡി ഡാനിയലിന്റെ അടുത്ത് ചെന്നിട്ട് അവരെ കെട്ടിപ്പിടിക്കുകയാണ് ഭയങ്കര സന്തോഷത്തിൽ. എന്നാൽ ഇതിനുശേഷം അവർ ടെഡ്ഡിയെ മർദ്ദിക്കാൻ ആരംഭിക്കുകയാണ്, വല്ലാത്ത രീതിയിൽ വയലന്റ് ആയിട്ട്. അവർ ഒരു ഭ്രാന്തിയെ പോലെ പെരുമാറാൻ ആരംഭിക്കുകയാണ്. ടെഡ്ഡിക്ക് ആകെ ഷോക്കായി. എന്താണ് ഈ സ്ത്രീ പറയുന്നത്? ഈ സ്ത്രീ എന്താണ് ഇങ്ങനെ കാണിക്കുന്നത്? ഞാൻ ആദ്യമായിട്ടാണ് ഈ പെൺകുട്ടിയെ കാണുന്നത്. ഇവൾ എന്തിനാണ് എന്നെ അറിയാം എന്നൊക്കെ പറഞ്ഞ് അടുത്തേക്ക് വന്നത്. ടെഡ്ഡിക്ക് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. അവന് ഭയങ്കരമായ ആശയക്കുഴപ്പം തോന്നുകയാണ്. ഇങ്ങനെ ആലോചിച്ച് അവന് നേരത്തെ സംഭവിച്ചതുപോലെ തന്നെ വല്ലാത്തൊരു തലവേദന വരികയാണ്. നിൽക്കാൻ കഴിയുന്നില്ല. അവൻ അവിടെ തന്നെ ഇരുന്നു പോയി. ഇതേ സമയം ചക്ക് ഡോക്ടർ ജോണിനെ വിളിക്കുകയാണ്. ഡോക്ടർ ജോൺ വേഗം അങ്ങോട്ടേക്ക് വന്നിട്ട് കുറച്ച് ടാബ്ലറ്റ്സ് കൊടുക്കുകയാണ്. എത്രയും പെട്ടെന്ന് നിങ്ങളിത് കഴിക്കുക, എന്നാൽ നിങ്ങളുടെ ഈ ഒരു പ്രശ്നം മാറിക്കിട്ടും. ഡോക്ടർ കൊടുത്തതുകൊണ്ട് തന്നെ ഒന്നും നോക്കാതെ ടെഡ്ഡി ഡാനിയൽ ആ ഗുളികയെല്ലാം കഴിക്കുകയാണ്. പതിയെ ടെഡ്ഡി ഒരു അബോധാവസ്ഥയിലേക്ക് പോവുകയാണ്. ഈ സമയത്ത് ടെഡ്ഡിക്ക് കുറച്ച് ഇല്യൂഷൻസ് തോന്നുകയാണ്. പല കാഴ്ചകളും അവന്റെ കൺമുന്നിലൂടെ അങ്ങനെ മിന്നിമറയുകയാണ്. അന്ന് കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങളുണ്ടല്ലോ, അവരുടെ ആ രൂപം തന്നെ ഈ ടെഡ്ഡി ഡാനിയലിന്റെ മുന്നിൽ അവർ വന്ന് പറയുകയാണ്, നിങ്ങൾ കുറച്ച് നേരത്തെ വന്നിരുന്നെങ്കിൽ ഞങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിയുമായിരുന്നല്ലോ. അവന്റെ മുന്നിൽ വെച്ച് ആ കുട്ടികൾ കരയുകയാണ്. ഇതേ സമയം തന്നെ അടുത്ത ഒരു വിഷ്വലായിട്ട്, അതായത് എല്ലാവരുടെ തോന്നലുകളാണ്, അവന്റെ ഫാമിലിയെ ഇല്ലാതാക്കിയ ആ ഒരു സൈക്കോ ഉണ്ടല്ലോ, ആൻഡ്രൂ ലെഡീസ്, മുഖത്തെല്ലാം ചോരൊക്കെ ആക്കിയിട്ട് ഒരു വല്ലാത്ത രൂപത്തിൽ അവനോട് വന്നിരിക്കുകയാണ്. ടെഡ്ഡിയുടെ മുഖത്ത് നോക്കി അയാൾ ചിരിക്കുകയാണ്. ഇപ്പോൾ മറ്റൊരു കാഴ്ച അവൻ കാണുകയാണ്. റേച്ചൽ എന്ന് പറഞ്ഞ ആ ഒരു സ്ത്രീ ഉണ്ടല്ലോ, അവരുടെ 3 കുഞ്ഞുങ്ങളെയും കൊന്നിട്ട് മുഖത്ത് നിറയെ രക്തമായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അവരും വല്ലാത്തൊരു ചിരിയിലാണ്. അടുത്ത വിഷ്വലായി അവൻ കാണുന്നത് അവന്റെ ഭാര്യയെ തന്നെയാണ്. ഭാര്യ ടെഡ്ഡിയുടെ അടുത്തേക്ക് വന്ന് പറയുകയാണ്, നമ്മുടെ കുഞ്ഞുങ്ങളെ കൊന്ന, നമ്മുടെ കുടുംബത്തെ ഇല്ലാതാക്കിയ ആൻഡ്രൂ ലെഡീസ് ഇവിടെ തന്നെയുണ്ട്, അവനെ നീ കണ്ടെത്തണം, ശിക്ഷിക്കണം. പെട്ടെന്ന് ടെഡ്ഡിക്ക് ബോധം വരുന്നു. അവന്റെ തലവേദന എല്ലാം മാറിയിട്ടുണ്ട്. അവന്റെ അടുത്ത് ചക്കും ഉണ്ട്. ചുറ്റുമുള്ള ഗാർഡുകളെല്ലാം പുറത്തേക്ക് ഓടിയിരിക്കുകയാണ്. കാരണം മഴ പെയ്തതിൽ അവിടെയെല്ലാം മരങ്ങളെല്ലാം കടപുഴകി വീണ് നാശമായി കിടക്കുകയാണ്. അതെല്ലാം വൃത്തിയാക്കാനായി എല്ലാവരും പോയിരിക്കുകയാണ്. ടെഡ്ഡി ചക്കിനോട് പറയുന്നു, ഇതാണ് പറ്റിയ അവസരം, നമുക്ക് സി ബ്ലോക്കിലേക്ക് പോകണം. അവിടെയാണ് എക്സ്ട്രീം വയലന്റ് ആയ ആളുകളെ പാർപ്പിച്ചിരിക്കുന്നത്. നമുക്ക് അങ്ങോട്ട് പോകണം. അവിടെ തന്നെയായിരിക്കും ആൻഡ്രൂ ലെഡീസ് ഉണ്ടായിരിക്കുക. നമുക്ക് സി ബ്ലോക്കിലേക്ക് പോകണം. അങ്ങനെ അവർ സി ബ്ലോക്കിലേക്ക് എത്തുന്നു. അങ്ങനെ സി ബ്ലോക്കിലേക്ക് അവർ കയറുകയാണ്. എന്നാൽ അവർ വിചാരിച്ച പോലെ വളരെ വയലന്റ് ആയിട്ടൊന്നുമല്ല അവിടുത്തെ പേഷ്യൻസ് ഉണ്ടായിരുന്നത്. വല്ലാത്തൊരു സൈലൻസ് ആയിരുന്നു അതിൻ്റെ ഉള്ളിൽ. അങ്ങനെ ചക്കും ടെഡ്ഡിയും കൂടെ പതിയെ മുന്നോട്ടേക്ക് പോവുകയാണ്. ഇതേ സമയത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു സെല്ല് പൂട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഒരു ഭ്രാന്തനായ മനുഷ്യൻ പെട്ടെന്ന് പുറത്തേക്ക് വരികയാണ്. എന്നിട്ട് ടെഡ്ഡിയെ ആക്രമിക്കുന്നു. എന്നാൽ ടെഡ്ഡി മുൻപ് ഒരു പട്ടാളക്കാരൻ ആയിരുന്നല്ലോ, അതിൻ്റെതായ കായിക ശേഷി അവനുണ്ടാകുമല്ലോ. ഒരു വിധത്തിൽ ആ ഒരു ഭ്രാന്തനെ അവൻ പൂട്ടുകയാണ്. പെട്ടെന്ന് തന്നെ ചക്ക് വിളിച്ചിട്ട് അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി ഗാർഡുകളും കൂടെ അവിടേക്ക് ഓടി വരുന്നു. ഇപ്പോൾ ഈ സൈക്കോയെ അവർ അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോവുകയാണ്. ഇതേ സമയം തന്നെ നമ്മുടെ ടെഡ്ഡി ആണെങ്കിൽ ഒരു മാച്ച് ബോക്സും കത്തിച്ച് പതിയെ മുന്നോട്ടേക്ക് പോവുകയാണ്. ഓരോ സെല്ലിലും വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടേഴ്സ്, അതുപോലെ തന്നെ എല്ലാവരുടെയും തലയും മൊട്ടയടിച്ചു വെച്ചിരിക്കുകയാണ്. എല്ലാവർക്കും ഒരു പ്രത്യേകതരം രൂപമുണ്ട്. പക്ഷേ പ്രത്യേകിച്ചൊന്നും ടെഡ്ഡി ഡാനിയലിന് മനസ്സിലാകുന്നില്ല. ഒരു കാര്യം ഉറപ്പാണ്, വളരെ ദുരൂഹമായിട്ട് എന്തൊക്കെയോ അവിടെ നടക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു കത്തിച്ച മാച്ച് ബോക്സുമായി അവൻ പതിയെ മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് ഒരു സെല്ലിന്റെ ഉള്ളിലായിട്ട് ഇതേപോലെ മൊട്ടയടിച്ച് ഒരു ഭ്രാന്തനെ കാണുകയാണ്. എന്നാൽ അയാളെ നല്ല മുഖപരിചയമുണ്ട് നമ്മുടെ ടെഡ്ഡിക്ക്. വെളിച്ചത്തിൽ അയാളുടെ മുഖം ചെറുതായിട്ടൊന്ന് കണ്ട സമയത്ത് ടെഡ്ഡി ചോദിക്കുകയാണ്, നീയല്ലടാ ആൻഡ്രൂ ലെഡീസ്? ഇപ്പൊ പതിയെ തിരിഞ്ഞു നിന്ന ആ മനുഷ്യൻ പറയുകയാണ്, ഞാനൊന്നുമല്ല ആൻഡ്രൂ, എന്റെ പേര് ജോർജ് എന്നാണ്. നിനക്കത് മനസ്സിലായില്ലേ? നിന്റെ കളിക്കൂട്ടുകാരൻ തന്നെ. അതായത് ജയിലിൽ നിന്നും പുറത്തേക്ക് വന്നിട്ട് ടെഡ്ഡിയോട് ഈ ആശുപത്രിയിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ, അയാൾ ജോർജ് എന്ന് പറഞ്ഞ ആ കൂട്ടുകാരൻ, അയാൾ തന്നെയാണ് ഇപ്പോൾ ഈ സെല്ലിൽ ഇരിക്കുന്നത്. അയാൾ വന്നിട്ട് ടെഡ്ഡിയോട് സ്വകാര്യമായിട്ട് ഒരു കാര്യം പറയുകയാണ്, നീ എത്രയും പെട്ടെന്ന് ഈ ഒരു സ്ഥലത്ത് നിന്നും രക്ഷപ്പെട്ട് പുറത്തേക്ക് പോകണം. കാരണം നീ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഇവിടെ വെച്ച് നടക്കുന്നുണ്ട്. അവസാനം ഇത് നിന്റെ ജീവൻ തന്നെ ആപത്തായിരിക്കും. നീ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയിക്കോ, ആരോടും പറയണ്ട. പിന്നെ ഞാനാണ് ഇത് പറഞ്ഞതെന്ന് വേറെ ആരോടും പറയരുത് കേട്ടോ. എന്താണ് ഇയാൾ പറയുന്നത്? എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? എന്താണ് ഇവിടെ നടക്കുന്നത്? ആകെ കൺഫ്യൂഷൻസ് മാത്രമാണ്. ഇപ്പൊ ടെഡ്ഡി നോക്കുന്ന സമയത്ത് അവന്റെ ഭാര്യ ഉണ്ടല്ലോ, മരിച്ചുപോയ ഭാര്യ, അവളിപ്പോൾ നേരെ ടെഡ്ഡിയുടെ അടുത്തേക്ക് നടന്നു വരികയാണ്. ആകെ തല കറങ്ങുന്നത് പോലെ ടെഡ്ഡിക്ക് തലവേദന തോന്നുകയാണ്. അതായത് ഈ തലവേദനയുടെ പേരിൽ കൊടുക്കുന്ന ഗുളികളൊക്കെ അത് പെയിൻ കില്ലേഴ്സ് ആണെന്ന് എന്താ ഇത്ര ഉറപ്പ്? ഒരു കാര്യം ഉറപ്പാണ്, ഈ ഹോസ്പിറ്റലിലെ എല്ലാവരും ചേർന്ന് ടെഡ്ഡി ഡാനിയലിന് എന്തോ ഒരു പണി കൊടുക്കുന്നുണ്ട്. എന്നാൽ ആ പണി കിട്ടിക്കൊണ്ടിരിക്കുന്ന ടെഡ്ഡി ഡാനിയലിന് അത് മനസ്സിലാകുന്നുമില്ല. അങ്ങനെ കുറച്ചു സമയം കഴിഞ്ഞിട്ട് ടെഡ്ഡിയെ ചക്ക് ഒരു സ്ഥലത്തേക്ക് വിളിപ്പിക്കുകയാണ്. ചെക്കിന്റെ കയ്യിൽ ഒരു കഷ്ണം പേപ്പറും കുറെ ഡീറ്റെയിൽസും ഉണ്ടായിരുന്നു. ചെക്ക് പറയുകയാണ്, ഞാൻ ഇവിടുത്തെ ഫയൽസ് എല്ലാം പരിശോധിച്ചു, സംശയകരമായ ഒന്നും എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ടെഡ്ഡി പറയുകയാണ്, അതെനിക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അവൻ അകലെ കാണുന്ന ലൈറ്റ് ഹൗസിനെ ലക്ഷ്യമാക്കി പോകാൻ തുടങ്ങുമ്പോൾ ചക്ക് തടയുന്നു. അങ്ങോട്ടേക്ക് പോകുന്നത് വളരെ അപകടകരമായിരിക്കും. നമ്മുടെ ശത്രുക്കൾ ഉദ്ദേശിക്കുന്നതും അതുതന്നെയായിരിക്കും. നമുക്ക് പുറത്തുപോയി കൂടുതൽ ഫോഴ്സിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം എന്ന് ചക്ക് പറയുന്നു.
പക്ഷേ ടെഡ്ഡി കേൾക്കുന്നില്ല. അവൻ മുന്നോട്ട് തന്നെ പോവുകയാണ്. എന്നാൽ ഞാനും കൂടെ വരാം എന്ന് ചക്ക് പറയുന്നു. പക്ഷേ ടെഡ്ഡി ചക്കിനെ തടയുന്നു. അങ്ങനെ ടെഡ്ഡി ലൈറ്റ് ഹൗസിനെ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയിൽ അണയാത്ത ഒരു സിഗരറ്റ് കുറ്റി അവൻ കാണുന്നു. ഇത് വലിച്ചയാൽ അധിക സമയമൊന്നും ആയിട്ടില്ല ഇവിടെ നിന്നും പോയിട്ട്. കൂടിപ്പോയാൽ 2-3 മിനിറ്റ് അത്രേ ആയിട്ടുണ്ടാവോ അത് വലിച്ചയാൽ അവിടെ നിന്നും പോയിട്ട്. ടെഡ്ഡി ചുറ്റുപാടും നിരീക്ഷിക്കുന്നു. അതിനുശേഷം അവൻ ആ ലൈറ്റ് ഹൗസിന് നേർക്ക് പോകാൻ നോക്കുന്നു. അതേസമയം കഥയുടെ തുടക്കത്തിൽ ഗാർഡുകൾ തിരച്ചിൽ നടത്തുമ്പോൾ ആ ഗുഹയിൽ കൂടി പോയി നോക്കായിരുന്നില്ലേ എന്ന് ടെഡ്ഡി പറഞ്ഞില്ലേ. ആ ഗുഹ ഇപ്പോൾ അവന്റെ ശ്രദ്ധയിൽപ്പെടുകയാണ്. മാത്രമല്ല അവിടെ നിന്നും ഒരു തീയിന്റെ വെളിച്ചവും അവൻ കാണുന്നുണ്ട്. അപ്പോൾ ആ ഗുഹയെ ലക്ഷ്യമാക്കി ടെഡ്ഡി പോവുകയാണ്. പക്ഷേ അതത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. പക്ഷേ എന്നാലും ടെഡ്ഡി വളരെ കഷ്ടപ്പെട്ട് അവിടേക്ക് എത്തുന്നു. ഗുഹയ്ക്കടുത്തെത്തിയപ്പോൾ അവിടെയാകെ എലികളായിരുന്നു. പോരാത്തതിന് രൂക്ഷമായ ഗന്ധവും. അങ്ങനെ ഒരു വിധത്തിൽ ടെഡ്ഡി ഗുഹയ്ക്കുള്ളിലേക്ക് എത്തുമ്പോൾ അവിടെ അവൻ ഒരു കാഴ്ച കാണുകയാണ്. ഒരു സൈഡിൽ കുറച്ച് തീ കൂട്ടി അവിടെ ഒരു സ്ത്രീ ഇരിക്കുന്നു. ഒന്ന് ഞെട്ടിയെങ്കിലും അവൻ ആ സ്ത്രീയോട് കാര്യങ്ങൾ ചോദിക്കുകയാണ്. ആ സമയത്ത് ആ ലേഡി പറയുകയാണ്, ഞാൻ ഈ ഹോസ്പിറ്റലിലെ ഒരു ഡോക്ടർ തന്നെയാണ്. ഈ ഹോസ്പിറ്റലിൽ പലതരത്തിലുള്ള ചികിത്സകൾ, മരുന്ന് പരീക്ഷണങ്ങൾ എന്നിവ നടക്കുന്നുണ്ട്. ഗവൺമെന്റോ പുറം ലോകമോ അറിയാതെയാണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. ഇതിനെക്കുറിച്ചെല്ലാം ഞാൻ ചോദിച്ചതാണ്. എന്നാൽ അവരുടെ ഭാഗത്തു നിന്നും എനിക്ക് വധഭീഷണിയുണ്ടായി. അവരെന്നെ കൊല്ലാൻ നോക്കി. അതുകൊണ്ടാണ് ഞാൻ ഈ ഗുഹയിൽ വന്ന് ഒളിച്ചിരിക്കുന്നത്. അവർക്കെതിരെ ചോദ്യങ്ങൾ ചോദിച്ച സമയത്ത് അവർ എനിക്ക് ഒരുപാട് മരുന്നുകൾ തരുന്നുണ്ടായിരുന്നു, ഞാൻ പോലും അറിയാതെ. മാനസികമായും ശാരീരികമായും ആ മരുന്നുകൾ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി. നിങ്ങൾക്കും ആ രീതിയിലുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടാകുന്നുണ്ടോ? ടെഡ്ഡി അവന് തലവേദന വരുമ്പോഴെല്ലാം ഡോക്ടർ കൊടുക്കുന്ന ഗുളികകൾ എന്താണെന്ന് പോലും നോക്കാതെ മുഴുവനായും വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിച്ചതിന് ശേഷമാണ് ടെഡ്ഡിക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഹാലൂസിനേഷൻസും വരാൻ തുടങ്ങിയത്. അതുപോലെ ടെഡ്ഡിയുടെ കൂട്ടുകാരനായ ചക്കിനും ഇവർ ഇതുപോലുള്ള എന്തോ മരുന്ന് കൊടുക്കുന്നുണ്ട്. ഇത് കേട്ട സമയത്ത് ആ സ്ത്രീ, അതായത് ആ ഡോക്ടർ പറയുകയാണ്, എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും പോവുക, നിങ്ങളുടെ കൂട്ടുകാരന്റെ ജീവൻ അപകടത്തിലാണ്. ഇത് കേട്ട് ടെഡ്ഡി ഞെട്ടിപ്പോയി. എന്താണ് ഇവർ പറയുന്നത്? അവൻ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങുകയാണ് ചക്കിനെ അന്വേഷിച്ച്. അവൻ അവിടെ നിന്ന് ഇറങ്ങിയതും അവനെ ഒരു ഗാർഡ് ജീപ്പിൽ പിക്ക് ചെയ്ത് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നു. ടെഡ്ഡി നേരെ ഹോസ്പിറ്റലിലേക്ക് വന്ന് ഡോക്ടർ ജോണിനെ കണ്ട് ചോദിക്കുകയാണ്, എവിടെ എന്റെ കൂടെ വന്ന ചക്ക എവിടെ? അവനെ കാണുന്നില്ലല്ലോ. ഇതേ സമയം ഡോക്ടർ ചോദിക്കുകയാണ്, ചക്കോ? ആരാണ് അയാൾ? അല്ല, എന്റെ കൂടെ വന്ന എന്റെ അസിസ്റ്റന്റ് ആയിട്ടുള്ള അയാൾ തന്നെ. അപ്പോൾ ഡോക്ടർ പറയുകയാണ്, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? നിങ്ങൾ ഈ ഐലൻഡിലേക്ക് വരുമ്പോൾ നിങ്ങൾ തനിച്ചായിരുന്നു. നിങ്ങളുടെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല. ഇത് കേട്ട് വല്ലാത്ത ദേഷ്യത്തോടെ ടെഡ്ഡി പറയുകയാണ്, നിങ്ങൾ ഇവിടെ കിടന്ന് നാടകം കളിക്കാൻ നോക്കരുത് കേട്ടോ. അപ്പോൾ ഡോക്ടർ ജോൺ പറയുകയാണ്, ആരാണ് നാടകം കളിക്കുന്നത്? ആരാണ് ഇവിടെ അഭിനയിക്കുന്നത്? നിങ്ങൾ ഇങ്ങോട്ട് വന്നത് ഒറ്റയ്ക്കാണ്. ഇപ്പോൾ ടെഡ്ഡിക്കും തോന്നുകയാണ്, താൻ ഒറ്റയ്ക്കാണോ വന്നത്? ഈ ദ്വീപിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? അവൻ എന്തോ തല കറങ്ങുന്നത് പോലെ തോന്നി. ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല. എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെടണം. നേരെ പോകേണ്ടത് ആ ഒരു ലൈറ്റ് ഹൗസിലേക്കാണ്. അങ്ങനെ അപ്പോൾ തന്നെ ആ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി അവൻ പുറത്തേക്ക് രക്ഷപ്പെടുന്നു. പോകുന്ന വഴിയിൽ പ്രധാന ഡോക്ടർ അവന്റെ മേൽ ഒരു ഇഞ്ചക്ഷൻ കുത്തിക്കയറ്റാൻ ശ്രമിക്കുന്നു. പക്ഷേ ടെഡ്ഡി ആ ഇഞ്ചക്ഷൻ അയാളുടെ മേൽ തന്നെ കുത്തിവെച്ച് അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. പുറത്ത് അവൻ ഡോക്ടർ കോളിയുടെ കാർ കിടക്കുന്നത് കാണുന്നു. അവൻ കാറിനുള്ളിലേക്ക് കടക്കുന്നു. അതേസമയം അവന് ഹാലൂസിനേഷൻ വരികയാണ്. അവന്റെ ഭാര്യ അവന്റെ അടുത്തേക്ക് വന്ന് ചോദിക്കുന്നു, എന്തുപറ്റി? എങ്ങോട്ട് പോകുന്നു? ആ ലൈറ്റ് ഹൗസിനടുത്തേക്ക്. അപ്പോൾ അവൾ പറയുകയാണ്, അങ്ങോട്ട് പോകരുത്, അങ്ങോട്ട് പോയാൽ നിങ്ങൾ മരിക്കും. അപ്പോൾ ടെഡ്ഡി കാറിൽ നിന്നിറങ്ങി പറയുകയാണ്, എനിക്ക് പോയേ പറ്റൂ. എന്റെ കൂട്ടുകാരൻ ചക്കിനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അവൻ അപകടത്തിലാണ്. അവിടുത്തെ ഗാർഡുമാരുടെ ശ്രദ്ധ തിരിക്കാനായി അവൻ ആ കാർ ബ്ലാസ്റ്റ് ചെയ്യിക്കുന്നു. അതിനു സമീപം അവൻ അവന്റെ ഭാര്യയെയും കുഞ്ഞിനെയും കാണുന്നു. അങ്ങനെ ടെഡ്ഡി ഓടുകയാണ് ആ ലൈറ്റ് ഹൗസിന് നേർക്ക്. അവന് നല്ല സംശയമുണ്ട്, തന്റെ പാർട്ട്ണറും ഫ്രണ്ടുമായ ചെക്ക് അവൻ അവിടെയാണുള്ളത്. അങ്ങനെ ആ ഒരു കല്ലിന്റെ മറവിൽ നിന്നുകൊണ്ട് ടെഡ്ഡി ഇപ്പോൾ ലൈറ്റ് ഹൗസ് നിരീക്ഷിക്കുകയാണ്. അവിടെ കാവൽ നിന്നിരുന്ന കാവൽക്കാരനെ പിന്നിലൂടെ ചെന്ന് അടിച്ച് ബോധം കെടുത്തി അയാളുടെ ഗണ്ണും എടുത്ത് ഇപ്പോൾ ടെഡ്ഡി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ടെഡ്ഡി ലൈറ്റ് ഹൗസിൽ കയറുകയാണ്. ഓരോ മുറികളായി തുറന്ന് അവൻ ലൈറ്റ് ഹൗസിന്റെ മുകളിൽ എത്തുന്നു. അങ്ങനെ ഏറ്റവും മുകളിലെത്തിയ ടെഡ്ഡിയെ കാത്ത് ഒരാൾ കസേരയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ഡോക്ടർ ജോൺ. ജോൺ ടെഡ്ഡിയെ അടുത്തേക്ക് വിളിക്കുകയാണ്. ടെഡ്ഡി ചുറ്റുമുള്ള വാതിലുകൾ ഓരോന്നായി തുറന്നു നോക്കുകയാണ്. ജോൺ പറയുകയാണ്, ആ റൈഫിൾ എംപ്റ്റിയാണ്. ടെഡ്ഡി ഗൺ ചെക്ക് ചെയ്യുമ്പോൾ അതിൽ ബുള്ളറ്റ് ഇല്ലായിരുന്നു. അവൻ പേടിച്ചുപോയി. ജോൺ ഫോൺ ചെയ്ത് പറയുന്നു, നിങ്ങളുടെ ആൾ ഇവിടെ വന്നിട്ടുണ്ട്. ഡോക്ടർ ഷിയാനോട് അവിടേക്ക് വരാനും ഡോക്ടർ പറയുന്നു. ഇത് കേട്ട് ടെഡ്ഡി ചോദിക്കുന്നു, ഓ, അപ്പോൾ ഡോക്ടർ ഷിയാൻ ഇന്ന് കാലത്ത് ഇവിടെ എത്തി അല്ലേ? നോട്ട് എക്സാക്ട്ലി. നിങ്ങൾ എന്റെ കാർ കത്തിച്ചു അല്ലേ? എനിക്ക് ആ കാർ ഭയങ്കര ഇഷ്ടമായിരുന്നു. നിന്റെ ഹാലൂസിനേഷൻസ് എങ്ങനെയുണ്ട്? ആ സമയം ടെഡ്ഡി അവന്റെ ഭാര്യയെ അവിടെ കാണുന്നു. അവൾ പറയുകയാണ്, ഞാൻ പറഞ്ഞില്ല ടെഡ്ഡി, ഈ സ്ഥലത്ത് നീ അവസാനിക്കുമെന്ന്. ടെഡ്ഡി തന്റെ വിറയ്ക്കുന്ന കൈകളിലേക്ക് നോക്കി ഡോക്ടറോട് പറയുകയാണ്, നോട്ട് ബാഡ്. അവനിപ്പോൾ കണ്ടത് ഹാലൂസിനേഷൻ തന്നെയായിരുന്നു. അപ്പോൾ ഡോക്ടർ പറയുകയാണ്, വോയ്സ് കൂടുതൽ മോശമായിരിക്കുന്നു. എനിക്കറിയാം, ഡോക്ടർ സൊലണ്ടോയെ ഞാൻ ഗുഹയിൽ വെച്ച് കണ്ടിരുന്നു. അവർ പറഞ്ഞിരുന്നു നിങ്ങൾ കൊടുക്കുന്ന മരുന്നിനെ പറ്റിയും അതുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകളെ പറ്റിയും. ജോൺ പറയുന്നു, അതെല്ലാം അൺറിയലാണ്. ഞാൻ വിചാരിച്ചതിനേക്കാൾ കൂടുതലാണ് നിന്റെ ഇല്യൂഷൻസ്. അങ്ങനെയുള്ള മരുന്നുകളൊന്നും നീ കഴിച്ചിട്ടില്ല. ടെഡ്ഡി തന്റെ വിറയ്ക്കുന്ന കൈകൾ പൊക്കിക്കൊണ്ട് ചോദിക്കുകയാണ്, പിന്നെ എന്ത് കോപ്പാണിത്? ജോൺ പറയുകയാണ്, വിത്ഡ്രോവൽ സിംറ്റംസ്.
ടെഡി ചോദിക്കുന്നു, വിഡ്രോവൽസ്? ഞാനെന്താ ഇവിടെ കള്ളു കുടിച്ച് നടക്കുകയായിരുന്നു? ജോൺ പറയുന്നു, ക്ലോപ്രമസിൻ. ഞങ്ങൾ 24 മാസമായി നിനക്ക് തന്നുകൊണ്ടിരുന്ന മെഡിസിൻ നിർത്തിയതിന്റെ വിഡ്രോവൽ സിംറ്റമാണത്. ടെഡി ചൂടായിക്കൊണ്ട് ചോദിക്കുകയാണ്, ഓ, കഴിഞ്ഞ 2 വർഷമായി എൻ്റെ വീട്ടിൽ വന്ന് നിങ്ങൾ എനിക്ക് ഈ ഡ്രഗ്സ് തരുമായിരുന്നോ? ജോൺ ചിരിച്ചുകൊണ്ട് പറയുന്നു, കഴിഞ്ഞ 2 വർഷമായി നീ ഇവിടെയാണ്, ഈ ആശുപത്രിയിലെ പേഷ്യൻ്റായിട്ട്. ടെഡി ജോണിനോട് ചൂടാവുന്നു, ഞാനൊരു ഭ്രാന്തനാണെന്ന് എന്നെ കൺവിൻസ് ചെയ്യാൻ നോക്കുകയാണ് നിങ്ങൾ. ഞാനൊരു US മാർഷലാണ്, നിങ്ങൾക്ക് അറിയില്ലേ? ഡോക്ടർ ജോൺ ഒരു ഡോക്യുമെന്റ് ടെഡിക്ക് കൊടുക്കുന്നു. നിങ്ങൾ തേടുന്ന 67th പേഷ്യന്റ് നിങ്ങളാണെന്ന് ഈ ഡോക്യുമെന്റ് പറയും. ടെഡി അത് വായിക്കുന്നു. ഹൈലി ഇന്റലിജന്റ് ആൻഡ് ഹൈലി ഡിലൂഷണൽ ആയിട്ടുള്ള US ആർമി വെറ്ററൻ എന്ന് അതിൽ അവനെ വിശേഷിപ്പിച്ചിരിക്കുന്നു. വളരെ വയലന്റായ, ചെയ്ത ക്രൈമുകൾ അംഗീകരിക്കാതെ, റിയാലിറ്റിയെ അംഗീകരിക്കാതെ ജീവിക്കുന്ന മാനസിക അസ്വസ്ഥ്യമുള്ള ഒരാൾ. അത്രയും വായിച്ചപ്പോഴത്തേക്കും ദേഷ്യം വന്ന് ടെഡി അത് വലിച്ചെറിഞ്ഞ്, മതി മനുഷ്യനെ പൊട്ടനാക്കിയത്, ചക്കയുടെ എന്റെ പാർട്ട്ണർ എവിടെ? അവൻ ചൂടായിക്കൊണ്ട് ചോദിക്കുകയാണ്. അതേസമയം ജോൺ ചോദിക്കുന്നു, നിന്റെ ഭാര്യയുടെ പേര് ഡൊളേഴ്സ് ചാനൽ എന്നല്ലേ? ഇതാണ് റൂൾ ഓഫ് 4. അയാൾ ഒരു ബോർഡ് ടെഡിയെ കാണിക്കുന്നു. അതിൽ എഡ്വേർഡ് ഡാനിയൽസിന് നേരെ ആൻഡ്രൂ ലെഡിസ് എന്നും റേച്ചൽ സൊറണ്ടോയുടെ നേരെ ഡൊളേഴ്സ് ചാനൽ എന്നും എഴുതിയിരുന്നു. റൂൾ ഓഫ് 4 ഇതാണ്. നീ സത്യം തേടിയാണ് ഇവിടെ വന്നത്. ആ സത്യം ഇതാണ്. നീ തേടിക്കൊണ്ടിരിക്കുന്ന ആഷ്ക്ലിഫ് ഹോസ്പിറ്റലിലെ 67ാമത്തെ പേഷ്യന്റ് നീയാണ് ആൻഡ്രൂ. തന്റെ പേര് എഡ്വേർഡ് ഡാനിയൽസ് ആണെന്ന് ടെഡി പറയുന്നു. നിന്റെ ഫാന്റസി ലോകത്ത് നിന്നെ വിടാൻ എനിക്കിഷ്ടമാണ് ആൻഡ്രൂ. പക്ഷേ നീ ഒരുപാട് വയലന്റ് ആണ്. നിനക്ക് തന്നെ പൊറുക്കാൻ കഴിയാത്ത തെറ്റുകളാണ് നീ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ഇവിടുത്തെ മറ്റൊരു പേഷ്യന്റിനെ നീ മാരകമായി ഉപദ്രവിച്ചു. ഞാൻ എന്തിനു മറ്റുള്ളവരെ ഉപദ്രവിക്കണം? ടെഡി ചോദിക്കുന്നു. നിന്നെ ലെഡിസ് എന്ന് വിളിച്ചതിനാണ് നീ അയാളെ ഉപദ്രവിച്ചത്. നീ അയാളെ ഓൾമോസ്റ്റ് കൊല്ലേണ്ടതായിരുന്നു. ഇനിയും ഇത്തരത്തിൽ വയലന്റ് ആയാൽ ഞങ്ങൾക്ക് പെർമനന്റ് മെഷേഴ്സ് എടുക്കേണ്ടി വരും ആൻഡ്രൂ. ഞങ്ങൾക്ക് തന്നെ ലബോട്ടമൈസ് ചെയ്യേണ്ടി വരും. ചക്ക അവിടേക്ക് കയറി വരുന്നു. അയാൾ ടെഡിയോട് പറയുന്നു, കഴിഞ്ഞ 2 വർഷമായി നിന്നെ ചികിത്സിക്കുന്ന പ്രൈമറി ഡോക്ടറാണ് ഞാൻ, ഡോക്ടർ ഷിയാൻ. ഒരു സൈക്കോളജിക്കൽ എക്സ്പെരിമെൻ്റാണ് ഞങ്ങൾ നടത്തുന്നത്. നിന്റെ ജീവിതത്തിലെ റിയാലിറ്റികൾ അംഗീകരിച്ചുകൊണ്ട് നിന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. സൈക്യാട്രിയിൽ ഇതുവരെ ആരും ശ്രമിക്കാത്ത ഒരു റാഡിക്കൽ കട്ടിംഗ് എഡ്ജ് റോൾ പ്ലേ ആണ് ഞങ്ങൾ ശ്രമിച്ചത്. റിയാലിറ്റികൾ അംഗീകരിച്ച് നിന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ. ദേഷ്യം വന്ന ടെഡി അവിടെ നിന്ന് റിവോൾവർ എടുത്ത് ഇവർക്ക് നേരെ ചൂണ്ടുന്നു. അതിനുശേഷം ഡോക്ടർ ജോണിന് നേരെ അവൻ 3 പ്രാവശ്യം നിറയൊഴിക്കുന്നു. പക്ഷേ അപ്പോഴാണ് അവന് മനസ്സിലാവുന്നത്, അവൻ നിറയൊഴിച്ചിട്ടും ഡോക്ടർ ജോൺ അതുപോലെ തന്നെ നിൽക്കുകയാണ്. അതൊരു ടോയ് ഗണ്ണാണെന്ന് ഡോക്ടർ ഷിയാൻ അവനോട് പറയുന്നു. ആ ഗൺ അവൻ കൈകൊണ്ട് പൊട്ടിക്കുന്നു. ഇവിടെയാണ് കാണുന്ന പ്രേക്ഷകർക്കും അത് ഉറപ്പാവുന്നത്. അതായത് ടെഡി തേടുന്ന 67ാമത്തെ ആ പേഷ്യന്റ് അത് അവൻ തന്നെയാണ്. നിങ്ങളെല്ലാം എന്നോട് കള്ളം പറയുകയാണ്. ആൻഡ്രൂ വളരെ വയലന്റായി പെരുമാറാൻ തുടങ്ങി. അതേസമയം ജോൺ കുറെ ചിത്രങ്ങൾ ആൻഡ്രൂവിന് മുന്നിൽ കാണിച്ചു കൊടുക്കുന്നു. ആൻഡ്രൂവിന്റെ മരിച്ചുപോയ മക്കളുടെ. അവന്റെ ഓർമ്മകൾ പാസ്റ്റിലേക്ക് പോവുകയാണ്. ആൻഡ്രൂവിന് ഭാര്യയും 3 കുഞ്ഞുങ്ങളുമുള്ള കുടുംബം ഉണ്ടായിരുന്നു. അവന്റെ ഭാര്യയ്ക്ക് മാനസികമായി കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒരു ദിവസം അവൻ വീട്ടിലേക്ക് വന്ന സമയത്ത് ഭാര്യ ഒരു പ്രത്യേക രീതിയിൽ അങ്ങനെ ഇരിക്കുകയാണ്. കുട്ടികൾ എവിടെയെന്ന് ചോദിച്ചപ്പോൾ അവർ സ്കൂളിൽ പോയിരിക്കുകയാണ്, കുറച്ച് കഴിയുമ്പോൾ വരും എന്നെല്ലാമാണ് അവൾ പറയുന്നത്. അതിനൊന്ന് സ്കൂളിലല്ലോ, ശനിയാഴ്ച അല്ലേ എന്നവൻ ചോദിക്കുന്നു. അപ്പോൾ അവൾ എന്തോ ഒരു പ്രത്യേക രീതിയിലൊക്കെ ചിരിക്കാൻ തുടങ്ങിയപ്പോൾ ആൻഡ്രൂ പെട്ടെന്ന് തന്നെ അവിടെ ഉണ്ടായിരുന്ന തടാകത്തിലേക്ക് പോയി നോക്കുകയാണ്. 3 കുഞ്ഞുങ്ങളും ആ വെള്ളത്തിൽ മരിച്ചു പൊന്തി കിടക്കുകയായിരുന്നു. അവരെ കൊന്നത് അവന്റെ ഭാര്യ തന്നെയായിരുന്നു. തകർന്നുപോയ ആൻഡ്രൂ ആ 3 കുഞ്ഞുങ്ങളെയും കരയിലേക്ക് എടുത്തുകൊണ്ടുവന്നിട്ട് പൊട്ടിക്കരയുകയാണ്. ഈ സമയത്ത് അവന്റെ ഭാര്യ വന്ന് അവനോട് പറയുകയാണ്, നമ്മുടെ മക്കളെ കൊന്നത് ഞാൻ തന്നെയാണ്. എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നതെന്ന്. ദയവ് ചെയ്ത് എന്നെ ഒന്ന് രക്ഷിക്കൂ. അവളെയും കൊന്നുകളയാനാണ് അവൾ പറയുന്നത്. കുട്ടികൾ മരിച്ച കൊടിയ വിഷമത്തിലും അവളോടുള്ള കടുത്ത ദേഷ്യത്തിലും അവൻ ഒരു നിമിഷം ഒന്നും ആലോചിക്കാതെ അവളെ വെടിവെച്ച് കൊന്നുകളയുകയാണ്. ഇതിന്റെ പേരിൽ അയാൾ അറസ്റ്റിലാവുകയും മാനസിക നില തെറ്റിയതിനാൽ ഈ അസൈലത്തിലേക്ക് എത്തുകയും ചെയ്യുകയായിരുന്നു. ആൻഡ്രൂ വളരെ എക്സ്ട്രീം വയലന്റ് ആയ ഒരു പേഷ്യന്റ് ആയിരുന്നു. അതുകൊണ്ട് അവനെ ബ്ലോക്ക് സിയിലേക്ക് മാറ്റുകയാണ്. ആൻഡ്രൂവിന്റെ ഹിസ്റ്ററിയെല്ലാം മനസ്സിലാക്കിയ ഡോക്ടേഴ്സ് അവനെ ചികിത്സിച്ച് ഭേദമാക്കാൻ വേണ്ടി തന്നെ തീരുമാനിച്ചു. 2 വർഷമായി സാധാരണ ചികിത്സ കൊണ്ടൊന്നും അയാളെ മാറ്റിയെടുക്കാൻ ഡോക്ടർമാർക്ക് കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് ചീഫ് ഡോക്ടറായ ഡോക്ടർ കോലിയും ഡോക്ടർ ഷിയാനും ചേർന്ന് തയ്യാറാക്കിയ ഒരു അവസാനത്തെ പരീക്ഷണമായിരുന്നു ആ ദ്വീപിൽ നടന്ന അന്വേഷണം. ആൻഡ്രൂവിന്റെ മാനസിക ഭാവനയെ പൂർണ്ണമായി ജീവിക്കാൻ അവർ അനുവദിച്ചു. അതിന്റെ അവസാനത്തിലേക്ക് അവൻ സ്വയം എത്തിപ്പെടുമ്പോൾ സത്യം മനസ്സിലാക്കി അവൻ യാഥാർത്ഥ്യത്തിലേക്ക് തിരികെ വരുമെന്ന് അവർ പ്രതീക്ഷിച്ചു. ഈ നാടകത്തിൽ ആൻഡ്രൂവിന്റെ കൂടെ തന്നെ നിൽക്കാനും അവന്റെ സുരക്ഷ നോക്കാനും ഒപ്പം തന്നെ അവനെ സത്യത്തിലേക്ക് പതുക്കെ നയിക്കാനുമാണ് ഡോക്ടർ ഷിയാൻ അവന്റെ പുതിയ പാർട്ട്ണറായ ചക്ക് ആയി വേഷമിട്ടത്. ഈ പരീക്ഷണം വിജയിച്ചില്ലെങ്കിൽ വയലന്റായ ആൻഡ്രൂവിനെ അന്നത്തെ പ്രാകൃത ചികിത്സാ രീതിയായ ലബോട്ടമി ചെയ്ത് അവന്റെ ഓർമ്മകൾ നശിപ്പിക്കാനാണ് അവരുടെ പ്ലാൻ. അതല്ലാതെ അവർക്ക് ഓപ്ഷനില്ല. ആൻഡ്രൂ ഇപ്പോൾ റിയാലിറ്റിയിലാണ്. അവനെല്ലാം ഓർമ്മയുണ്ട്. അവന്റെ പേര് ആൻഡ്രൂ ലെഡിസ് എന്ന് അവൻ സമ്മതിക്കുന്നു. അതുപോലെ മുൻപ് കഴിഞ്ഞുപോയ സംഭവങ്ങളും അവൻ സമ്മതിക്കുന്നു. ഡോക്ടർ കോലി പറയുന്നു, ഇതെല്ലാം മുമ്പ് സംഭവിച്ചതാണ് ആൻഡ്രൂ. പക്ഷെ ഒന്ന് ഉറങ്ങി എണീക്കുമ്പോൾ എല്ലാം പഴയ പോലെ തന്നെ ആവുന്നു. അതുകൊണ്ട് നാളെ ഉണർന്നെണീറ്റിട്ട് നമുക്ക് തീരുമാനിക്കാം. അടുത്ത ദിവസം കാലത്ത് ആൻഡ്രൂവിന്റെ അടുത്ത് ഷിയാനിരിക്കുന്നു. ആ സമയം ആൻഡ്രൂ പറയുന്നു, നമുക്ക് ഇവിടുന്ന് മെയിൻ ലാൻഡിലേക്ക് പോകണം ചക്ക്. ഇവിടെ ഒരുപാട് ചീത്ത കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഡോക്ടർ ഷിഹാനെ ഇപ്പോൾ ആൻഡ്രൂ വിളിച്ചത് ചക്ക് എന്നാണ്. അതായത് അവൻ വീണ്ടും റിയാലിറ്റിയിൽ നിന്ന് തിരിച്ചു പോയിരിക്കുകയാണ്. ഡോക്ടർ ഷിയാൻ മറ്റുള്ള ഡോക്ടേഴ്സിനോട് ആംഗ്യം കാണിക്കുന്നു.
ഡോക്ടേഴ്സ് വിഷമത്തോടെ അത് മനസ്സിലാക്കുന്നു. അടുത്തതായി അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത് ലബോട്ടമിയാണ്. അവിടുത്തെ ഗാർഡ് പരിചാരകരോട് എന്തോ ആംഗ്യം കാണിക്കുന്നു. അവർ മൂർച്ചയുള്ള ഒരു ആയുധവുമായി പതുക്കെ നടന്നു വരുന്നത് കാണുന്നു. ആൻഡ്രൂ ഡോക്ടർ ഷിയാനോട് ചോദിക്കുകയാണ്, ഏതാണ് ഏറ്റവും മോശം, ഒരു മോൺസ്റ്ററായി ജീവിക്കുന്നതോ അതോ ഒരു നല്ല മനുഷ്യനായി മരിക്കുന്നതോ? ഇതും പറഞ്ഞ് ഡോക്ടർ ഷിയാനെ ഒന്ന് നോക്കിക്കൊണ്ട് ആൻഡ്രൂ എഴുന്നേറ്റ് നടക്കുകയാണ് ആ ഗാർഡുകളുടെ അടുത്തേക്ക്, അതായത് ലബോട്ടമി ചെയ്യാനായി. ഈ അവസാന സംഭാഷണത്തിൽ നിന്നും നമുക്ക് ഒരു കാര്യം അനുമാനിക്കാവുന്നതാണ്. ആൻഡ്രൂ റിയാലിറ്റിയിലേക്ക് വന്നിരിക്കുന്നു. തൻ്റെ ഭാര്യയെ സമയത്ത് ചികിത്സിക്കാത്തത് കാരണം അവൾ തൻ്റെ കുഞ്ഞുങ്ങളെ കൊന്നു, താൻ അവളെയും കൊന്നു. അങ്ങനെ തൻ്റെ കുടുംബം നശിക്കാൻ കാരണമായ ആ മോൺസ്റ്റർ അത് താൻ തന്നെയാണ്. എന്നാൽ ആ റിയാലിറ്റി ഉൾക്കൊണ്ട് ജീവിക്കാൻ അയാൾക്ക് കഴിയുമായിരുന്നില്ല. അതുകൊണ്ടാണ് അയാൾ സ്വമേധയാ ലബോട്ടമിക്ക് തയ്യാറായി അവരുടെ ഇടയിലേക്ക് നടന്നു പോകുന്നത്.